റെഡി ഓർ നോട്ട് ഹിയർ ഐ കം. സോ ഈ ഒരു സിനിമ ഇന്നലെയാണ് റിലീസായത്. സോ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എപ്പോൾ പേര് കണ്ടിട്ടുണ്ടെന്നില്ല, മോസ്റ്റ്ലി എല്ലാവരും കണ്ടു കാണാൻ ചാൻസ് ഉണ്ട്. സോ സമാര ബീബിക്ക് ആയിരുന്നു ലീഡ് റോളിൽ എത്തിയിരുന്നത്. സോ ഒരു മൂവിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഈ ഒരു മൂവിയുടെ ആ ഒരു പാറ്റേൺ ആയിരുന്നു ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോഴത്തേക്കും. കാരണം ആ ഒരു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം, കാരണം പുതിയതായിട്ടൊരു മാരേജ് നടക്കുന്നത്. സോ ആ ഒരു മാരേജ് നടത്തി ആ ഒരു ഇൻലോസിൻ്റെ അടുത്തോട്ട് ഈ ഒരു പെൺകുട്ടി പോകുമ്പോഴത്തേക്കുമാണ് മനസ്സിലാവുന്നത്. സോ ആ ഒരു ഇൻലോസ് സാധാരണക്കാരല്ല, തൻ്റെ ജീവന് തന്നെ ആപത്തുണ്ട്. സോ ഒരു രാവിലെ ആവുന്നതിന് മുമ്പ് തന്നെ ആ ഒരു പെൺകുട്ടി ജീവനോട് ഇരുന്നാൽ മാത്രമേ ആ ഒരു ഗെയിം, ഒരു കാർഡ് സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം പ്ലേ ചെയ്യുന്നു. സോ ഒരു തന്നെ കൊല്ലാൻ ആ ഒരു ഇൻലോസിൻ്റെ കൂട്ടം തന്നെ റെഡിയാണ്. സോ എങ്ങനെയാണ് ആ ഒരു സർവൈവിങ്, ആ ഒരു സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളതായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചത്. സോ ഈ ഒരു സമാര ബീവിങ്ങിൻ്റെ ഒരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഫസ്റ്റ് പാർട്ടിനെ പിടിച്ചു നിർത്തി. അതുകൊണ്ട് കൂടെ തന്നെ അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള മേക്കിങ്ങും നൈസ് ആയിരുന്നു ആ ഒരു മൂവിയുടെ. 2 ഡയറക്ടേഴ്സ് ആയിരുന്നു മൂവി ഡയറക്ട് ചെയ്തത്. അതിനിടയിൽ തന്നെ ഈ ഒരു മൂവി കഴിഞ്ഞിട്ട് അബിഗെയിൽ എന്ന് പറയുന്ന മൂവി കൂടി ആ ഒരു 2 പേരും ഡയറക്ട് ചെയ്തിരുന്നു. അതും ഈ ഒരു സെയിം സിമിലർ കൈൻഡ് ഓഫ് മൂവിയായിരുന്നു. സോ ഒരു സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോഴത്തേക്കും 7 വർഷത്തിന് ശേഷം വരുന്ന സെക്കൻഡ് പാർട്ട് നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ അത്യാവശ്യം ഫസ്റ്റ് പാർട്ടിനൊപ്പം തന്നെ എത്തുന്ന ഒരു സെക്കൻഡ് പാർട്ടാണോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഫസ്റ്റ് പാർട്ടിൽ ആ ഒരു പാറ്റേൺ നമ്മളെല്ലാവരും കണ്ടതായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഷോർട്സും സംഭവങ്ങളും, എങ്ങനെയാണ് ഈ ഒരു സർവൈവ് ചെയ്യുന്നത് എന്നുള്ള സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല രസകരമായി കാണിച്ച പല ഷോർട്സ് ഉണ്ടായിരുന്നു ഈ മൂവിയിൽ. പക്ഷെ അതൊക്കെ ഇവിടെ മിസ്സിംഗ് ആണ് സെക്കൻഡ് പാർട്ടിൽ. കാരണം ഒരു ടൈം പാസ് മൂവി എന്നതിലുപരി കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കാൻ വലിയ മടുപ്പൊന്നുമില്ല, എന്നാൽ എടുത്തു പറയത്തക്ക കാര്യമായിട്ടുള്ള സംഭവങ്ങളുമില്ല. ആ ഒരു പാറ്റേണിൽ കൂടി തന്നെ സഞ്ചരിക്കുന്ന ഒരു മൂവിയാണ്. ആ ഒരു കൗൺസിൽ മെമ്പേഴ്സും എങ്ങനെയാണ് ഇതിലൊരു അനിയത്തിയുടെ ക്യാരക്ടർ വരുന്നുണ്ട്, പക്ഷേ ഒരു ചേച്ചി അനിയത്തിയായിട്ട് കാര്യമായിട്ടുള്ള ബോണ്ടിങ് ഇല്ല. എമർജൻസി കോൺടാക്റ്റിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് മാത്രം ഈ ഒരു അനിയത്തി പിന്നെയും ചേച്ചിയുടെ ജീവിതത്തിൽ ചെയ്ത് വരികയാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഇവരുടെ ബോണ്ടിങ്, ആ ഒരു സിനിമയുടെ മൂഡിങ് അനുസരിച്ച് എങ്ങനെയാണ് ഇവർ ആ ഒരു ഗെയിമിൽ വന്ന് പെടുന്നത്, ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ പോകുന്നൊരു മൂവിയാണ്. കാര്യമായിട്ടുള്ള സംഭവങ്ങൾ എടുത്തു പറയാനില്ലെങ്കിലും ഫസ്റ്റ് പാർട്ടിനെ വില കളഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഫസ്റ്റ് പാർട്ടിൻ്റെ അത്രയും എത്തിയിട്ടില്ല. അതാണ് ഈ ഒരു മൂവിയെക്കുറിച്ച് പറയാനുള്ളത്. സമാര ബീവിങ്ങിൻ്റെ ഒരു നല്ലൊരു പെർഫോമൻസ് ഈ മൂവിയിലുണ്ട് എന്നുള്ളത് ഈ മൂവിയുടെ പ്രത്യേകതയാണ്. കാരണം അത് തന്നെയാണ് ഈ സിനിമയുടെ സോൾ എന്ന് പറയുന്നത്. കാരണം ആ ഒരു സോൾ അല്ലാതെ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും എടുത്തു പറയാനില്ലാത്തൊരു മൂവിയാണ്. ആ ഒരു ലെവലിലോട്ട് ഫസ്റ്റ് പാർട്ട്, ആ ഒരു ഫസ്റ്റ് സീക്വൻസസ് ഒക്കെ കാണുമ്പോൾ ഫസ്റ്റ് പാർട്ടിന് മുകളിൽ പോകുമെന്ന് തോന്നുമെങ്കിലും പക്ഷേ ആ ഒരു ഫസ്റ്റ് പാർട്ടിൻ്റെ അത്രയും വന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതെല്ലാം നോക്കുകയാണെങ്കിൽ ഒരു ടൈം പാസ് എന്ന രീതിയിൽ കണ്ടു മറക്കാവുന്ന ഒരു മൂവിയാണിത്. സോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. അതുപോലെ തന്നെ കോമഡീസും കാര്യമായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട് ഈ ഒരു മൂവിയിൽ. സോ ഒരു പാറ്റേൺ കണ്ടവർക്കറിയാം ഈ ഒരു മൂവിയുടെ പാറ്റേൺ എന്താണ്. അതല്ലാതെ കാര്യമായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. സോ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ഇന്നലെയാണ് മൂവി റിലീസ് ആയത്. ഇപ്പോൾ തിയേറ്റേഴ്സിൽ അവൈലബിൾ ആണ്.